ഹജ്ജ് കഴിഞ്ഞു വരുന്നവരാണ്, മദീനത്തേക്ക് പോകുന്നവരാണ്, മുസ്ലിമീങ്ങളാണ്, സ്വഹാബത്തിൽപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മക്കളങ്ങ് വിളിച്ചു പറഞ്ഞു. വാപ്പ പറഞ്ഞ വാക്ക് യാ മഅശറൽ മുസ്ലിമീൻ ഹാദിഹി ജനാസത്തു ഹബീബി റസൂലില്ലാഹ്. മുസ്ലിം സമൂഹമേ, ഈ കാണുന്ന ജനാസ ആരുടേതാണെന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹബീബായ ഒരു മനുഷ്യന്റെ ജനാസയാണ് ഈ കിടക്കുന്നത്. ഇത് സംസ്കരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, കഴിവില്ല എന്നർത്ഥത്തിൽ അവരൊന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, പടച്ച റബ്ബേ, ആരാണ് റസൂലുള്ളാഹിന്റെ ഒരു ഹബീബ് ഇവിടെ വരുന്നത് എന്ന നിലയ്ക്ക് കൂട്ടത്തിലുണ്ടായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് മുഖമങ്ങ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ, കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ കണ്ണിൽ നിന്ന് രക്തപ്രവാഹമാം, കണ്ണുനീർ കണങ്ങൾ വറ്റി രക്തം വരുമാൻ കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ് ഈ കിടക്കുന്നത്? അനേകം യതീമുകളെ സംരക്ഷിക്കുന്നതിൽ, അനേകം വിധവകളെ വായിക്കുന്നതിൽ, അനേകം പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിൽ, അനേകം ഫുതുഹാത്തുകൾ നേടിയെടുക്കുന്നതിൽ, അനേകം ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച കൂമ്പാരത്തിന്റെ പാട്ടിക നേരിട്ട് കണ്ടതിற்கு സാക്ഷിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ കോടീശ്വര പ്രഭുവിന്റെ ചരിത്രം പറഞ്ഞ് പ്രസംഗിക്കുകയും എല്ലാവരും കൂടി പിരിവെടുത്തുകൊണ്ട് ആ കോടീശ്വരനെ ആറടി മണ്ണിന്റെ ഉള്ളിൽ മറവ് ചെയ്തു എങ്കിൽ നാളെ അല്ലാഹു ചോദിക്കും വഅൻമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖാ. നിനക്ക് ഞാൻ നൽകിയ സമ്പത്ത് നീ ഏത് മാർഗത്തിൽ ചെലവഴിച്ചണോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ എന്ന് പറയും, പടച്ചവനെ, നീ നൽകിയ സമ്പത്ത് മുഴുവനും നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്താണ്, ഒരു രൂപ ബാക്കി വെക്കാതെ ഞാൻ എന്റെ ഹദ്റത്തിലേക്ക് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇന്ന് പണത്തിന്റെ മുകളിൽ പറന്നുല്ലസിക്കുന്ന ദുനിയാവിന്റെ സുഖാഡംബരങ്ങൾ മുഴുവനും അനുഭവിക്കുന്ന നാം മിനുസമേറിയ 10 മെട്ടയിൽ പഞ്ഞിയുടെ മെത്തയിൽ കിടക്കുന്നെങ്കിൽ, പോളിഷ് ചെയ്ത വളരെ വില പിടിപ്പുള്ള കട്ടിലുള്ളിൽ കിടക്കുന്നെങ്കിൽ, നല്ല സുഖമായ ശീതീകരിച്ച കാറുകളിൽ യാത്ര ചെയ്യുന്നെങ്കിൽ, എന്നെയും നിങ്ങളെയും കൊണ്ടുപോയി വെക്കാനുള്ള പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളു വെറും മണ്ണാണ്. ഈ രാജ്യത്തെ ഫഹദ് രാജാവിനെ കൊണ്ടുപോയി വെച്ചതും അതേ മണ്ണിലാണ്, നമ്മെ കൊണ്ടുപോയി വെക്കുന്നതും അതേ മണ്ണിലാണ്. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ കൂടുതൽ തരും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ തരും. വലഇൻ കഫർതും, നിങ്ങൾ എന്നെ ധിക്കരിച്ചാൽ ഇന്ന അദാബീ ലശദീദ്, എന്റെ ശിക്ഷ കഠോരമാണ്, മറക്കണ്ട, എന്റെ ഗൗരവമായ ശിക്ഷ മറക്കണ്ട, അത് ഓർത്തോ. അല്ലാഹു തആല പറയും, ശാഫിഈ ഫുഖഹാന്റെ കൂട്ടത്തിൽ, ശാഫിഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഏറ്റവും കൂടുതൽ ആയുസ് ജീവിച്ചത് അബൂ ശുജാഅ റളിയല്ലാഹു അൻഹു ആണ്. 160 വയസ്സ്. 160 വയസ്സിലാണ് അബൂ ശുജാഅ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഒരൊറ്റ രോമം നരച്ചിട്ടില്ല, ഒരു പല്ല് ഒടിഞ്ഞു പോയിട്ടില്ല, കാതിന് കേൾവിക്ക് കുറവില്ല, കണ്ണിന്റെ കാഴ്ച ശക്തി പ്രാപിച്ചു വരുന്നു, എല്ലാം സജീവം, ശരീരം ചുക്കിച്ചുളിഞ്ഞിട്ടില്ല, മൃദുലമായ മനോഹരമായ ശരീരം. മറ്റു പണ്ഡിതന്മാർ ചോദിച്ചു, അല്ല അബൂ ശുജാഅ, എന്താണ് താങ്കൾക്ക് എന്തൊരു പ്രത്യേകത? ബഹുമാനപ്പെട്ട അബൂ ശുജാഅ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്ലാഹുവിനെ നന്ദി ചെയ്തപ്പോൾ അല്ലാഹു എനിക്ക് വർദ്ധനവ് തന്നു, അല്ലാഹുവിനെ ഞാൻ നന്ദി ചെയ്തപ്പോൾ അല്ലാഹു എനിക്ക് കൂടുതൽ തന്നു. സഹീഹുൽ ബുഖാരിയിലുണ്ട് 3 ആളുകളെ അല്ലാഹു പരിശോധിച്ചൊരു കഥ, ആടിനെയും സൗകര്യങ്ങളും കൊടുത്തു. അതുകൂടി ഞാൻ പറയുമ്പോഴേക്ക് വളരെ നീണ്ടുപോകും. ഇൻഷാ അല്ലാഹ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് എന്റെ ശബ്ദമടച്ച് ഇത്രയും സമയം ഞാൻ സംസാരിച്ചതിൽ നിങ്ങളുടെ ആ ശ്രദ്ധയും സന്തോഷവും ഇത്രയും സമയം എന്നെ ഇത് സംസാരിക്കാൻ പ്രേരിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ഓരോ അക്ഷരങ്ങളും ആഖിറത്തിൽ മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങുന്ന അമലായി നമുക്ക് കാണിച്ചു തരുമാറാവട്ടെ.